ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഇൻഡിജേഴ്സ് അല്ലേ? ഇൻഡിജേഴ്സിൽ ആഡ് ചെയ്യേണ്ട 2 റൂൾസ് പറഞ്ഞു. ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? 2 സെയിം സൈനുള്ള ഇൻഡിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 നെഗറ്റീവ് നമ്പേഴ്സോ അല്ലെങ്കിൽ 2 പോസിറ്റീവ് നമ്പേഴ്സോ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ രണ്ടിന്റെയും സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 ഡിഫറെന്റ് സൈനുള്ള ഇൻഡിജേഴ്സ് ആണെങ്കിൽ, അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ആബ്സല്യൂട്ട് വാല്യൂസിന്റെ ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പർ ഏതാണോ അതിന്റെ സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്നുള്ള ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് അറിയോ? പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോ +5ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -5. അതായത് സൈൻ മാത്രം ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കുന്നു. -10ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് +10. സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഇൻഡിജർ ആണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സബ്ട്രാക്ഷന്റെ കേസിൽ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് 3 ഇൻഡിജേഴ്സ് ആഡ് ചെയ്യാനുള്ളത് അല്ലേ? ഓക്കെ, പേജ് നമ്പർ 127. പേജ് നമ്പർ 127. അതിനകത്ത് എക്സസൈസ് 6B എക്സസൈസ് 6Bയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ സം ഓഫ് ദി ഫോളോയിങ്. ഫൈൻഡ് ദ സം ഓഫ് ദി ഫോളോയിങ്. അതിൽ ഒന്നാമത്തത് -4761 plus 10,000. 10,000 അല്ലേ? അതെ. -4761 and 10,000. ഇത് ചെയ്യുന്നത് എങ്ങനെയാ? അതിന്റെ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. 10,000ൽ നിന്ന് 4761 മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 10,000 minus 4761. 5239 കിട്ടും. 5239 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഏത് സിമ്പിളാ കൊടുക്കണ്ടേ? ഏത് സൈനാ കൊടുക്കണ്ടേ? ഏതിന്റെ സൈൻ ആയിരിക്കും കൊടുക്കണ്ടേ? ഗ്രേറ്ററിന്റെ സൈൻ ഏതാ? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ ആൻസർ 5239. ഇനി അടുത്തത് സം ഓഫ് 281 പ്ലസ് മൈനസ് 1000 plus 600. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ പോസിറ്റീവ് സൈൻ ഉള്ളതിനൊക്കെ ഒന്നിച്ച് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ പോസിറ്റീവ് സൈൻ ഉള്ളത് ഏതൊക്കെയാ? 281 plus 600.
എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? എന്തോ ആൻസർ 881 അല്ലേന്ന്? 81 ഐ മീൻ അത് രണ്ടും പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ. അങ്ങനെ 881. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് സൈനിലുള്ളത് മൈനസ് ചെയ്യണം. മൈനസ് സൈനിലുള്ള നമ്പർ മൈനസ് ചെയ്യണം. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 881 മൈനസ് 1000. 881 നിന്ന് 1000 മൈനസ് ചെയ്യുന്നത് എങ്ങനെയാ? 881 മൈനസ് 1000 ഈക്വൽ ടു അതിന്റെ ഡിഫറൻസ് കണ്ടാൽ 119. ഏതായിരിക്കും സൈൻ വരുന്നത്? പ്ലസ് ആണോ മൈനസ്? മൈനസ് 119. മനസ്സിലായോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വലിയ നമ്പേഴ്സ് അവിടെ നിൽക്കട്ടെ, ചെറിയ നമ്പേഴ്സ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? -23 plus 48 plus minus 35. ഇതെങ്ങനെ ചെയ്യും? വേണമെങ്കിൽ എഴുതിയെടുത്തോട്ടോ നോട്ടിലേക്ക്. ആദ്യം മൈനസും മൈനസും തമ്മിൽ പ്ലസ് ചെയ്യും, എന്നിട്ട് എങ്ങനെ ചെയ്യും? മൈനസും മൈനസും പ്ലസ് ചെയ്യും, രണ്ട് മൈനസും പ്ലസ് ചെയ്യും. എന്നിട്ടോ എന്നിട്ട് കിട്ടുന്നതിൽ വെച്ചിട്ട് കൂട്ടും. 48 പോസിറ്റീവ് നമ്പർ, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. 48 പ്ലസ് -23 പ്ലസ് -35. -23 പ്ലസ് -35. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര വരും? 48 പ്ലസ് -23 -35. രണ്ടും കൂടി ആഡ് ചെയ്താൽ -58. 48 പ്ലസ് -58 എത്ര വരും? ഡിഫറൻസ് കണ്ടിട്ട് എത്ര കിട്ടി? 10 ആണ് ഡിഫറൻസ് വരുന്നത്. അതിന്റെ സൈൻ ഏതാ? മൈനസ്. വെരി ഗുഡ്, -10. ഇങ്ങനെ 3ഓ 4ഓ നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാ? പ്ലസ് എല്ലാം ആഡ് ചെയ്യാ, മൈനസ് എല്ലാം ആഡ് ചെയ്യാ. മൈനസ് നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യാ, പ്ലസ് നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യാ. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് മാത്രമായിട്ട് കിട്ടും. ഒരു പ്ലസ് നമ്പറും കിട്ടും, ഒരു മൈനസ് നമ്പറും കിട്ടും. അത് സാധാരണ ചെയ്യുന്നത് പോലെ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇടാം. എന്നാൽ അതില് എക്സൈസ് 6B-യിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനില് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാം. -33 പ്ലസ് -67 പ്ലസ് 200. ഇതിന്റെ ആൻസർ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കിയേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു, പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മൈനസ് ഉള്ളതൊക്കെ ഒന്നിച്ച് ആഡ് ചെയ്യാം. -33 പ്ലസ് -67. -33ഉം -67ഉം ആഡ് ചെയ്താൽ എത്രയാ?
minus 33 plus minus 67. എത്ര കിട്ടും? അതിനോട് 200 ആഡ് ചെയ്യണം. മൈനസ് 33 പ്ലസ് മൈനസ് 67 എത്രയാ? സൈൻ ആണ്, അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് അതേ സൈൻ തന്നെ ഇട്ടാ മതി. എത്രയത്? ഓക്കെ, ജോയലിന്റെ കറക്റ്റ്. മൈനസ് 100 അല്ലേ? 33 67 ആഡ് ചെയ്യുമ്പോ 100 എന്ന് കിട്ടും. എന്നിട്ട് അതിന്റെ സൈൻ ഇട്ടാല് മൈനസ് 100. ഇനി അതിനോട് കൂടി എന്ത് ചെയ്യണം? 200 ആഡ് ചെയ്യണം. മൈനസ് 100ഉം പ്ലസ് 200ഉം ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇട്ടാൽ മതി. ഡിഫറൻസ് എത്രയാ? 100ന്റെയും 200ന്റെയും ഡിഫറൻസ് 100 ആണ്. അതിന്റെ സൈൻ ഏതായിരിക്കും? ഇവിടെ 100ന്റേത് മൈനസും 200ന്റെ പോസിറ്റീവും. വലുത് 200 ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും ആൻസർ വരിക. പോസിറ്റീവ് നമ്മൾ നോർമലി ഇടാത്തത് കൊണ്ട് 100 എന്ന് മാത്രം മതി. മനസ്സിലായോ? മനസ്സിലായോ? ഇനി മൂന്നാമത്തതൊന്ന് ചെയ്ത് നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 38 പ്ലസ് minus 20 plus 16 plus minus 19. ഇതൊന്ന് ചെയ്യാൻ കിട്ടുമോ നോക്കിയേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക. പോസിറ്റീവ് നമ്പേഴ്സ് 38ഉം പ്ലസ് 16ഉം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനോടുകൂടി നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യണം. മൈനസ് 20 പ്ലസ് minus 20 plus minus 19. (38 plus 16 is equal to 54 plus minus 20 plus minus 19. രണ്ടും ഈക്വൽ സൈൻ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തിട്ട് മൈനസ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. So 20 plus 19 39 minus 39. 54ഉം minus 39ഉം ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ജോയലിന്റെയും കറക്റ്റ് ആയി. ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കാം. ഡിഫറൻസ് 54ന്റെയും 39ന്റെയും ഡിഫറൻസ് 15. 54 ആണ് ഇവിടെ വലിയ നമ്പർ, അതുകൊണ്ട് അതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. പോസിറ്റീവിന്റെ സിമ്പിൾ ഇടണ്ടാത്തത് കൊണ്ട് ആൻസർ 15. ഇപ്പൊ മനസ്സിലായല്ലോ? കുഴപ്പമില്ലല്ലോ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ എടുക്കാം. സബ്ട്രാക്ഷന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും പറയാനില്ല. 15 അഡീഷന് നമ്മൾ 2 റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാൽ സബ്ട്രാക്ഷൻ അതുപോലെ റൂൾസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആഡ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി നമ്പർ. സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. പേജ് നമ്പർ 128 ഒന്ന് എടുത്തേ. എടുത്തു. അതിനകത്ത് സബ്ട്രാക്ഷൻ ഓഫ് ഇന്റിജേഴ്സ് കണ്ടോ? കണ്ടു. സബ്ട്രാക്ഷൻ ഈസ് ദി ഇൻവേഴ്സ് പ്രോസസ് ഓഫ് അഡിഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്
അഡീഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ? കൂട്ടുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് കുറക്കുന്നത്. ഇനി നമ്മൾ ഇന്റിജേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ടു സബ്ട്രാക്ട് ആൻ ഇന്റിജർ b from another integer a, the additive inverse of b is added to a. a യിൽ നിന്ന് b മൈനസ് ചെയ്യണമെങ്കിൽ b യുടെ additive inverse ആഡ് ചെയ്താൽ മതി. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. സോൾഡ് എക്സാമ്പിൾസിന് തൊട്ട് മുകളിലായിട്ട് thus to subtract an integer b from another integer a, the additive inverse of b is added to a എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ a യിൽ നിന്ന് b മൈനസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? a യോടുകൂടി അതിന്റെ b യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. b യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു b യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് b ആയിരിക്കും. മൈനസ് b യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് b ആയിരിക്കും. അതേപോലെ ഇപ്പോ a യിൽ നിന്ന് b മൈനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി a യിൽ നിന്ന് മൈനസ് b ആണ് മൈനസ് ചെയ്യേണ്ടതെങ്കിൽ a യിൽ നിന്ന് മൈനസ് b ആണ് മൈനസ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? a യോടുകൂടി മൈനസ് b യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ടെക്സ്റ്റിലോ നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ. a minus b is equal to a plus minus b. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്യുന്നു. a minus b is equal to a plus b. നേരെ ഓപ്പോസിറ്റ് അല്ലേ മിസ് ചെയ്യണ്ടേ? ഓപ്പോസിറ്റ് തന്നെ. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരാ? അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എഴുതി വെച്ചോ. ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പേജ് നമ്പർ 130 എക്സസൈസ് 6C. നോട്ടിൽ എഴുതി എടുത്തോട്ടോ, ഞാൻ പറയുമ്പോൾ തന്നെ. എക്സസൈസ് 6C പേജ് നമ്പർ 130. അതിനകത്ത് സബ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? സബ്ട്രാക്ട് പോട്ടെ, രണ്ടാമത്തെ ചെയ്യാം. രണ്ടാമത്തേത് 11 from 8. സബ്ട്രാക്ട് 11 from 8. 8ൽ നിന്ന് 11 from 8 എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 11 മൈനസ് ചെയ്യണം. അതായത് 8 minus 11. 8 minus 11 എങ്ങനെ ചെയ്യും? 8നോട് എന്ത് ആഡ് ചെയ്താൽ മതി? 11 ആഡ് ചെയ്തു. 11 ആണോ ആഡ് ചെയ്യണ്ടേ? 8നോട് മൈനസ് 11 ആഡ് ചെയ്യണം.
അഡിറ്റീവ് ഇൻവേഴ്സ് ആയ -11 ആഡ് ചെയ്യാം. 8 പ്ലസ് -11 എത്രയാ? 8 പ്ലസ് -11 രണ്ടിന്റെയും ഡിഫറൻസ് കാണാം. വലുതിന്റെ സൈൻ ഇടുക. രണ്ടിന്റെയും ഡിഫറൻസ് 3. വലുതിന്റെ സൈൻ മൈനസ് -3. മനസ്സിലായി മിസ്സേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. മൂന്നാമത്തേതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 31 from 200 minus 200 260 minus 260 ൽ നിന്ന് 31 മൈനസ് ചെയ്യണം. 31 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. 260 ൽ നിന്ന് മൈനസ് 31 മൈനസ് ചെയ്യണം എന്ന് പറയുമ്പോ എന്ത് ചെയ്താൽ മതി? 31ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ മതി. മൈനസ് 31. 31ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -31. അപ്പൊ എത്രയായി? -260 പ്ലസ് -31. രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനസ് തന്നെയായിരിക്കും ആൻസർ. 260 പ്ലസ് 31 291. മനസ്സിലായോ? മനസ്സിലായോ? ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. ഇത്ര മാത്രമേ നോക്കാനുള്ളൂ. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് ആഡ് ചെയ്താൽ മതി. ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യനിലെ ബാക്കി 3 ചെയ്യാൻ പറ്റുമോ? നോട്ടിൽ തന്നെ ഇതുപോലെ തന്നെ എഴുതി ചെയ്തോ. നോട്ടില് എക്സസൈസ് 6C-യിലെ 2 and 3 ക്വസ്റ്റ്യൻസിൽ ബാക്കി വരുന്ന 3 ഇതുപോലെ തന്നെ എഴുതി ചെയ്തു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ എടുക്കാം, ഫ്രാക്ഷൻസ്. ഹോംവർക്ക് ചെയ്യണേ എല്ലാരും. ഓക്കെ, ബൈ.